ഒരു മതത്തിനും യേശുവിൻ്റെ പുതിയ വീഞ്ഞ് പകരുവാനുള്ള തുരുത്തികളില്ല. യേശുവിൻ്റെ പുതിയ വീഞ്ഞ് പകരുവാനുള്ള തുരുത്തികൾ നമ്മളിൽ ഉണ്ടാകണം. യേശുവിൻ്റെ പുതിയ വീഞ്ഞ് അത്ര ശക്തിയേറിയതാണ്. അതാണ് യേശുവിൻ്റെ ഉപദേശം. നമുക്ക് പിന്നെ മുമ്പിലേക്ക് പോകാം. യേശു കർത്താവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് സാധു സുന്ദര സിംഗ് പറഞ്ഞു. നമ്മൾ ചോദിക്കും, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അനുസരിക്കാൻ പറ്റുമോ? ഇത്രയും കഠിനമായ ഉപദേശങ്ങൾ. സാധു സുന്ദര സിംഗ് പറഞ്ഞത്, യേശുവിൻ്റെ ഉപദേശം ഒരു ഏണിയിൽ കയറുന്നത് പോലെയാണ്. 30 പടിയുള്ള ഏണിയിൽ കയറണമെങ്കിൽ ഓരോരോ പടിയായിട്ട് കയറാൻ പറ്റും. 1ാമത്തെ പടിയിൽ നിന്ന് 30ാമത്തെ പടിയിലേക്ക് നമുക്ക് കാല് വയ്ക്കാൻ പറ്റില്ല. 1ാമത്തെ പടിയിൽ നിന്ന് 2ാമത്തെ പടിയിലേക്ക്, 2ാമത്തെ പടിയിൽ നിന്ന് 3ാമത്തെ പടിയിലേക്ക്, അങ്ങനെ പടിയായിട്ട് നമുക്ക് 30ാമത്തെ പടിയിൽ വരെ പോകാൻ കഴിയും. അതുകൊണ്ട് ഓരോ പടിയായി കയറാൻ ശ്രമിക്കണം. യേശുവിൻ്റെ ഉപദേശം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അനുസരിക്കാൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യേശുവിൻ്റെ ഉപദേശം എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഈ യേശുവിൻ്റെ ഉപദേശം പലയിടത്തും പ്രസംഗിച്ചു. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പ്രസംഗിച്ചു. കേരളം വിട്ട് പലയിടത്തും പ്രസംഗിച്ചു. ഇന്ത്യ വിട്ട് പല രാജ്യങ്ങളിലും പ്രസംഗിച്ചപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ആവേശം. വലിയ പാരമ്പര്യ ക്രിസ്ത്യാനികളൊക്കെ ഒന്ന് പറയുന്നു, ഞങ്ങൾക്ക് ആ ഉപദേശങ്ങൾ ഇനിയും പഠിക്കണം. ചില പാസ്റ്റർമാർ വന്ന് പറഞ്ഞു, ബ്രദറിൻ്റെ വല്ല നോട്ടുണ്ടെങ്കിൽ ഒന്ന് തരണം. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു പുസ്തകമാക്കുന്നത് നല്ലതാണ്. അങ്ങനെ യേശുവിൻ്റെ ഉപദേശങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിലുമുള്ള ഉപദേശങ്ങളെ മാത്രം എടുത്ത് വ്യത്യസ്തമായ തലക്കെട്ടുകൾ കൊടുത്ത് വിവിധ ടൈറ്റിൽസിൻ്റെ അടിയിൽ ആ ഉപദേശങ്ങളാക്കി ഒരു 150 ഉപദേശം ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പുസ്തകം, ഗുരുവചനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ ഗുരുവചനം എന്ന പുസ്തകത്തിൽ ഉള്ള ഓരോ ചില ടൈറ്റിലുകൾ ഞാൻ വായിക്കാം. ജീവിതം കൊണ്ട് സാക്ഷിയായിരിക്കുക, ന്യായപ്രമാണവും പ്രവാചകന്മാർ, നേരത്തെ ആരോ പറഞ്ഞു, കോപം, സ്നേഹം, വ്യഭിചാരം, വിവാഹമോചനം, ആണയിടരുത്, പകരത്തിന് പകരം ചെയ്യരുത്, ലോകത്തിൻ്റെ വെളിച്ചം, പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുക, താഴ്മ, ശത്രുക്കളെ സ്നേഹിക്കുക, പ്രാർത്ഥന, ദൈവരാജ്യം, നിത്യജീവൻ, ഉപവാസം പഠിച്ചിരിക്കേണ്ടതാണ് നമ്മൾ. ഭൂമിയിൽ നിക്ഷേപം കരുതരുത്, കണ്ണ്, ചെവി, ഹൃദയം, മനസ്സ്, പല പല വിഷയങ്ങൾ. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും കൂടെ ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൂട്ടായ്മകളിലും സഭകളിലും ഓരോ ദിവസം യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ യേശുവിൻ്റെ ഉപദേശങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങണം. തീരുമാനമെടുക്കണം. നമ്മൾ പഠിപ്പിക്കേണ്ടത് യേശുവിൻ്റെ ഉപദേശങ്ങളാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞത് അതാണ്, എൻ്റെ ഉപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യരാക്കണം. എൻ്റെ ഉപദേശത്തിൽ നിലനിന്നാൽ എൻ്റെ ശിഷ്യനാകും. വേറെ ആരുടെയെങ്കിലും ഉപദേശത്തിൽ നിന്നാൽ വേറെ ആരുടെയെങ്കിലും ശിഷ്യനാകും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഞാൻ ഒരു സജഷനായിട്ട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടായ്മകൾ നടത്തുന്നവർ, സഭകൾ നടത്തുന്നവർ, ആരാധനകൾ നടത്തുന്നവർ ഓരോ ദിവസം ഓരോ ഉപദേശങ്ങളായി പഠിപ്പിക്കുക. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. പുതിയ നിയമ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുക. 150 വിഷയങ്ങൾ നിങ്ങൾക്ക് 500 ദിവസം പഠിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ട് പറയട്ടെ, ഈ ഉപദേശങ്ങൾ യേശുവിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ബോധ്യം ലഭിച്ച് പഠിപ്പിച്ചാൽ, പഴയ തുരുത്തി മാറ്റിവെച്ച് പഠിപ്പിച്ചാൽ, പഴയ തുണിയും കൂടെ ചേർത്ത് തുന്നാതെ ഈ പുതിയ തുണി മാത്രം ആൾക്കാർ കൊടുത്താൽ ഒരു വലിയ ആത്മീക വിപ്ലവം തന്നെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. യഥാർത്ഥമായ ആത്മീക ഉണർവുണ്ടാകും. യഥാർത്ഥ ആത്മീയ ഉണർവ് പ്രകടനങ്ങളിലുള്ള ഉണർവല്ല, കാര്യസാധ്യത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വരുന്നതല്ല. ആത്മീക ബോധ്യമുണ്ടാകും. ചാൾസ് ഫിന്നിയുടെയും ജോൺ വെസ്ലിയുടെയും മാർട്ടിൻ ലൂതറിൻ്റെയും ഒക്കെ കാലത്ത് നടന്ന ആ ഉണർവും റിഫോർമേഷനും പോലെ ഒരു നിയോ റിഫോർമേഷൻ, ഒരു നവനവീകരണം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, അത് ലോകം മുഴുവനും ദൈവം ഈ ഉപദേശങ്ങളിലൂടെ വരുത്തുമെന്ന്. അങ്ങനെ വരുത്താൻ വേണ്ടിയല്ല ഞാൻ പഠിപ്പിക്കുന്നത് ജനങ്ങളിൽ മാറ്റമുണ്ടാകാൻ, എനിക്ക് മാറ്റമുണ്ടാകുവാൻ, നമ്മുടെ സഭകളിൽ മാറ്റമുണ്ടാകാൻ, നമുക്ക് യഥാർത്ഥമായൊരു മാനസാന്തരം ഉണ്ടാകാനാണ്. കർത്താവേ, ഇതാണ് വചനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാലഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ നിയമത്തിൽ ന്യായപ്രമാണം നശിച്ചുപോയ കാലഘട്ടം ഉണ്ടായിരുന്നു. അറിഞ്ഞുകൂടാത്ത കാലം പഴയ നിയമത്തിൽ.
ചില രാജാക്കന്മാർ ഭരണം ഏറ്റെടുത്തപ്പോൾ അവർ ന്യായപ്രമാണം കണ്ടുപിടിച്ചു, അത് ആൾക്കാരെ പഠിപ്പിച്ചു, എല്ലാവരും ഒരുമിച്ച് കൂടി ഉപവസിച്ചു, കരഞ്ഞു, ദൈവമേ ഞങ്ങൾ ഇത്രയും കാലം ന്യായപ്രമാണമില്ലാതെ വഴി തോന്നിയതുപോലെ പോയി, ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത ഒരുപാട് സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതുപോലെ ഈ ഉപദേശങ്ങളിലേക്ക് മടങ്ങി വന്നിട്ട് ജനത്തിന് യഥാർത്ഥമായ ഒരു മാറ്റം യേശുവിൻ്റെ ഉപദേശപ്രകാരം, അക്കോർഡിംഗ് ടു ദ സ്കെയിൽ ആൻഡ് മെഷർമെന്റ് ഓഫ് ജീസസ്, അക്കോർഡിംഗ് ടു ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്, according to the different interpretations of the visions and views of Jesus, the church should come back, the people should come back. Then only the real repentance and transformation for the whole world will be taken place. അല്ലെങ്കിൽ വെറും സൂപ്പർഫിഷ്യൽ. അതുകൊണ്ട് തൃപ്തിയടയരുത്. എനിക്കറിയാം ഇത് ചിലതെല്ലാം വീഴുന്നത് വഴിയരികിലും പാറപ്പുറത്തും ആണെന്ന് എനിക്കറിയാം. എന്നാൽ കുറെ നല്ല നിലങ്ങളും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ നല്ല നിലങ്ങളിൽ വീഴുന്നത് 30, 60, 100 മേനി ഫലം കൊടുക്കുമെന്നും എനിക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിത് ഭാരതം മുഴുവനും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളിയോഹമിൽ മാത്രമാണ് 2 ദിവസം, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 1 ദിവസം 3 മണിക്കൂർ പ്രഭാഷണം. മറ്റന്നാൾ, ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നെയ്യാറ്റിൻകരയാണ്. അതിനടുത്ത ആഴ്ച വേറൊരു സ്ഥലത്താണ്. അതിനടുത്ത ആഴ്ച പരിണിയത്താണ്. അതിൻ്റെ അടുത്ത ആഴ്ച കോഴിക്കോടാണ്. ഏപ്രിൽ മാസം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാണ്. ഇന്നലെ ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്നും ആന്ധ്ര, അതുപോലെ തന്നെ കർണാടക ഒരു ഗ്രൂപ്പുണ്ടായി. അവർ ഇന്ത്യ മുഴുവനും ഇത് പ്രചരിപ്പിക്കാൻ പോവുകയാണ്. ഒരു ടീമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യ മുഴുവനും പ്രചരിപ്പിക്കാൻ പോകും. എല്ലാ പട്ടണങ്ങളിലും പോയി ക്രൈസ്തവരെ വിളിച്ചുകൂട്ടി, അക്രൈസ്തവരെ വിളിച്ചുകൂട്ടി അവർക്കൊരു ഇൻസൈറ്റ് കൊടുക്കുകയാണ്. ദ ചർച്ച് ഷുഡ് കം ബാക്ക് ടു ദ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ഉപദേശങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന്, യേശു പഠിപ്പിച്ചത് ഏറ്റെടുക്കണമെന്ന്. ഒരു കാര്യം കൂടെ പറയട്ടെ, യേശുവിൻ്റെ ഉപദേശങ്ങളിൽ കോൺട്രഡിക്ഷനായി കാണുന്ന മറ്റെന്തെങ്കിലും ഉപദേശങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ അംഗീകരിക്കേണ്ടത്. നിങ്ങൾ അംഗീകരിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ആയിരിക്കണം യേശുവിന് മുൻപുള്ളവർ പറഞ്ഞതായാലും യേശുവിന് പിൻപുള്ളവർ പറഞ്ഞതായാലും ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന് പിൻപുള്ളവരും പലരും പറഞ്ഞിട്ടുണ്ട്, പലതും യേശുവിന് മുൻപുള്ളവരും പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശുവാണ് നമ്മുടെ രക്ഷകൻ. നമുക്ക് ജീവൻ തന്നത് പൗലൂസല്ല, പത്രോസല്ല. നമുക്ക് ജീവൻ തന്നത് യേശുവാണ്. നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് യേശുവാണ്. നമുക്ക് വേണ്ടി മരിച്ചത് യേശുവാണ്. രക്ഷകൻ യേശുവാണ്. റിഡീമർ യേശുവാണ്. യേശുവിൻ്റെ പുണ്യാകരത്വത്തിലാണ് നമ്മൾ വിടുവിക്കപ്പെട്ടത്, മനുഷ്യരാലല്ല. അതുകൊണ്ട് സഭ വടേണ്ടത് യേശുവിൻ്റെ ഉപദേശങ്ങളിലേക്കാണ്. യേശു എന്താണ് ചെയ്തത്, യേശു എന്ത് പഠിപ്പിച്ചു, അവിടെയാണ് ഉണർവുണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ യേശുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ യേശുവിൻ്റെ ഉപദേശങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ധാരാളം പേർ ഭാരതത്തിൽ അക്രൈസ്തവരുണ്ട്. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ജൈനന്മാർ, ബൗദ്ധന്മാർ. സ്റ്റാൻലി ജോൺസ് എന്ന ഭാരതത്തിലെ വലിയ മിഷണറി, 40-ലധികം വർഷം അദ്ദേഹം ഭാരതത്തിൽ മിഷണറി ആയിരുന്നു. അമേരിക്കൻ മിഷണറിയാണ് അദ്ദേഹം. മാരാമൺ കൺവെൻഷന് വന്ന് 20 വർഷം പ്രസംഗിച്ചിട്ടുണ്ട് ഡോക്ടർ സ്റ്റാൻലി ജോൺസ്. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ക്രിസ്ത്യാനികളെല്ലാം അംഗീകരിക്കുന്നു. വി ബിലീവ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ ജീസസ്, അല്ലേ? യേശു രക്ഷകനാണ്, യേശു നമുക്ക് വേണ്ടി മരിച്ചു, യേശു അൽബയാണ്, ഒമേഗയാണ്. നമ്മൾ യേശുവിൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നു, യേശുവിനെ സ്തുതിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ ഉപദേശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രയാസമാണ്. സ്റ്റാൻലി ജോൺസ് പറയുന്നത്, യേശു എന്ന് പറഞ്ഞാൽ വെറും ഒരു മനുഷ്യനല്ല, യേശു വചനമാണ്. വചനത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു യേശുവില്ല. സ്റ്റാൻലി ജോൺസ് പറഞ്ഞതല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം, പറഞ്ഞിട്ട് സ്റ്റാൻലി ജോൺസിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ KJ യേശുദാസ്. ആരാണ് KJ യേശുദാസ്? വലിയ പാട്ടുകാരൻ, ഗാനഗന്ധർവൻ, അല്ലേ? ഗാനഗന്ധർവൻ. അദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്കിഷ്ടമാണ്. ഫിലോസഫി പറയാനൊന്നും അദ്ദേഹം ആരുമല്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫിലോസഫിയൊക്കെ അടിക്കാറുണ്ട്. ഫിലോസഫി പറയാനും അദ്ദേഹം സംഗീതം അറിയാം, പാടാൻ നല്ല പഠിക്കാൻ അദ്ദേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഫിലോസഫി ഒന്നും കയറി പറയരുത്. ഫിലോസഫി അറിയേണ്ടവനും ബോധ്യം ലഭിച്ചവനുമേ പറയാവൂ. കാര്യസാധ്യത്തിന് വേണ്ടിയും കാശിന് വേണ്ടിയും ആരെയും കാണുമ്പോൾ വീഴാൻ വേണ്ടിയുള്ള ഈ ഓപ്പർച്യൂണിസം ആകരുത്. അദ്ദേഹവും ഈ പ്രസംഗം കേൾക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുദാസിനെ നേരിട്ട് പരിചയമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കൈവയ്ക്കരുതെന്ന് പറയണം. പാടിക്കോട്ടെ അദ്ദേഹം. ഇതിൻ്റെ പാട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, സങ്കല്പിക്കുക, പോളിയോ ഹോമിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു,
KJ യേശുദാസ് ഗാനഗന്ധർവൻ നമുക്ക് കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി ലഭിച്ച ഒരു വലിയ വരദാനം. അപ്പടിയാണ് ഇപ്പടിയാണ് അദ്ദേഹം നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം, കരങ്ങളടിക്കാം, പൊന്നാടി അണിയിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് കേൾക്കണ്ട. അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ, കസേര നമുക്ക് കൊടുക്കാം, എല്ലാ സ്വീകരണങ്ങളും കൊടുക്കാം, പക്ഷെ അദ്ദേഹം പാടണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് തോന്നും? യേശുദാസ് എന്ന് പറഞ്ഞാൽ പാട്ടാ. പാട്ടില്ലെങ്കിൽ ഒരു യേശുദാസ് ഇല്ല. എനിക്കറിയത്തിൻ്റെ പാട്ട് ഇഷ്ടമില്ല, യേശുദാസിനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്ത് മണ്ടത്തരമാണ്. ഇതുപോലെയാണ് പലരും യേശുവിനെ സ്വീകരിക്കുന്നത്. യേശു അങ്ങനെയാണ് ഇങ്ങനെയാണ്, യേശു രക്ഷകനാണ്, ഇതെല്ലാം പറയുമ്പോഴും യേശു എന്ന് പറഞ്ഞാൽ വചനമാണ്. വചനം ജഡമായവനാണ് യേശു, ഉപദേശമാണ് യേശു, ബോധ്യങ്ങളാണ് യേശു, വെളിച്ചമാണ് യേശു. യേശുവിൻ്റെ വചനം കൈക്കൊണ്ടില്ലെങ്കിൽ യേശുവിനെ കൈക്കൊള്ളുന്നില്ലെന്നർത്ഥം. തിരിച്ചു വരാം. അപ്പോൾ സ്റ്റാൻലി ജോൺസ് പറയുന്നത്, ക്രിസ്ത്യാനികൾ പലരും യേശു എന്ന വ്യക്തിയെ സ്വീകരിച്ചവരാ, പക്ഷെ യേശുവിൻ്റെ വചനങ്ങൾ അവർ സ്വീകരിച്ചിട്ടില്ല. ഇനി ഹിന്ദുക്കൾ പലരും യേശുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചവരാണ്. മഹാത്മാഗാന്ധി, വിനോബ ഭാവെ, സ്വാമി വിവേകാനന്ദൻ, അതുപോലെ തന്നെ പലരും ഭാരതത്തിലെ പലരും, അതിന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലരും യേശുവിൻ്റെ ഉപദേശങ്ങൾ ഇഷ്ടമാണ്, യേശുവിനെ ഒരു ഗുരുവായി, ഒരു ടീച്ചറായി, ഒരു മാസ്റ്ററായി അംഗീകരിച്ചവരാണ്. പക്ഷേ യേശുവിൻ്റെ രക്ഷ എന്ന ആ റിഡീമർ, സേവിയർ, ദൈവപുത്രൻ, മെശിക എന്നുള്ളത് അംഗീകരിച്ചിട്ടില്ല. സ്റ്റാൻലി ജോൺസ് പറയുന്നത്, ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ഉപദേശം വരുമ്പോൾ വേണ്ട, യേശു എന്ന വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്, പൂജയ്ക്കും ആരാധിക്കും, അത് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ 50% ശരിയാണ്, 50% ദേ ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. മറ്റുള്ളവർ യേശു എന്ന വ്യക്തിയെ സ്വീകരിക്കുന്നില്ല, ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്നില്ല, പക്ഷേ യേശുവിൻ്റെ ഗുരുത്വം, യേശു ഉപദേശിച്ചു, യേശുവിൻ്റെ പഠിപ്പീരിക്ക് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്, 50% അവരും ശരിയാണ്. അതുകൊണ്ട് സ്റ്റാൻലി ജോൺസ് പറയുന്നത്, നമ്മൾ ഇരുകൂട്ടരും ഒന്നുമല്ല എന്നാ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ വ്യക്തിത്വം മാത്രമല്ല, യേശുവിൻ്റെ ഉപദേശങ്ങൾ അങ്ങനെ 100% വഴിയിലേക്ക് ശരിയാവുകയും, ഭാരതത്തിലെ ഹൈന്ദവർ യേശുവിൻ്റെ ഉപദേശങ്ങളെ മാത്രമല്ല, യേശു ദൈവപുത്രനാണെന്നും രക്ഷകനെന്നും കൂടെ അംഗീകരിച്ച് 100% മാർഗത്തിൽ ശരിയാവുകയും ചെയ്ത് ഇരുകൂട്ടരും ഒന്നായിത്തീരണം. അപ്പോഴാണ് ഒരിടയനും ഒരാട്ടിൻകൂട്ടവും എന്ന യേശുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അത് സംഭവിക്കും. അത് സംഭവിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്ന നമ്മൾ യേശുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മറ്റവർ യേശു എന്ന രക്ഷകനെ നമ്മൾ പറയാതെ തന്നെ കൈക്കൊള്ളും. 2 മാസം മുമ്പ് ഞാൻ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ 4 ദിവസം ഈ വിഷയം പ്രസംഗിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ രാത്രി 8 മുതൽ 11 വരെ പ്രസംഗിച്ചു. 50% പേർ ഹൈന്ദവരാണ്. അവരെല്ലാവരും കൂടെ പറഞ്ഞു, അവർക്ക് വേണ്ടി മാത്രം ഒരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പുണ്ട്, അവർക്ക് വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, ഒരു ഇൻ്ററാക്റ്റീവ് മീറ്റിംഗ്. അവർക്ക് യേശുവിനെ കേൾക്കണം. ഇതാണ് യേശു ഉപദേശിച്ചതെങ്കിൽ ഞങ്ങൾക്ക് യേശുവിനെ വേണം. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ എന്ന ദ്വീപിലായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ പറയുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഒരു നാദം കേട്ടു. നാദം കേട്ടത് കേൾക്കാൻ, അതെന്തെന്നറിയാൻ തിരിഞ്ഞപ്പോൾ ഒരുത്തൻ നിൽക്കുന്നത് കണ്ടു. ആദ്യം എന്താ സംഭവിച്ചത്? കേട്ടു. നാദം കേട്ടപ്പോൾ തിരിഞ്ഞപ്പോൾ കണ്ടു. ഇതാണ് സംഭവിക്കേണ്ടത്. യേശുവിലേക്ക് ഭാരതമോ ലോക ജനതയോ തിരിയണമെങ്കിൽ ഒരു നാദം കേൾക്കണം. There must be a voice. അതാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, വോയിസ് ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിലെ ശബ്ദം. യേശുവിൻ്റെ ഉപദേശം എന്ന ശബ്ദം കേൾക്കുമ്പോൾ ജനം തിരിയുമ്പോൾ ഇതെവിടെ നിന്നാണ് വന്നതെന്ന്, ഒറിജിൻ, ഇതെവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്, ആ സ്ഥലം എവിടെയാണെന്ന് നോക്കുമ്പോൾ അവർ യേശുവിനെ കാണും. ആ നാദം കേൾപ്പിക്കേണ്ടത് നമ്മളാണ്, വോയിസ് ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നുണ്ടാകുന്നതെല്ലാം നോയ്സ് ആണ്, നോട്ട് വോയിസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോയിസ് ആൻഡ് നോയ്സ്? Noise is the sound without meaning, and voice is the sound with meaning. ഇന്ന് ശബ്ദമുണ്ടാകുന്നു, ശബ്ദ കോലാഹലം, ബഹളം, അതാണ് നമുക്ക് നിഷ്ടം.
അതിൽ ദൈവം പ്രസാദിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. തെറ്റിപ്പോയി. ഉണ്ടാകേണ്ടത് ശബ്ദമാണ്. ജനം തിരിയേണ്ട ശബ്ദം. സത്യ അന്വേഷികളായ കോടിക്കണക്കിന് ജനമുള്ള നമ്മുടെ ഭാരതത്തിലെ ജനം ഈ ശബ്ദം കേട്ട് തിരിയണം. ബഹളം കേട്ടിട്ടല്ല, അർത്ഥസമ്പന്നമായ ശബ്ദം കേട്ട് ആത്മീക ബോധ്യങ്ങളിലേക്ക് തിരിയുവാൻ ക്രൈസ്തവർ ഈ ശബ്ദം കേൾപ്പിക്കണം. തിരിയുമ്പോൾ കാണേണ്ടത് കള്ളുഷാപ്പും മദ്യശാലയുമല്ല കാണേണ്ടത്. തിരിയുമ്പോൾ കാണേണ്ടത് യേശുവിനെ ആയിരിക്കണം. അത് നിങ്ങളിലൂടെ കാണണം. നമുക്ക് മുമ്പിലേക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിൻ്റെ ഉപദേശങ്ങൾ ചരിത്രത്തിൽ എത്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഒരു 300 വർഷം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ഉപദേശങ്ങളെ പ്രചരിപ്പിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ആൾക്കാർ തന്നെ യേശുവിൻ്റെ ഉപദേശങ്ങളെ യേശു കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റൂമാലിൽ കെട്ടി കുഴിച്ചിട്ടു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതെയായി. അത് വിവിധ ഭാഷകളിൽ തർജ്ജിമ ചെയ്തവരെ ജീവനോടെ കുഴിച്ചു മൂടി. ചില സ്ഥലങ്ങളിൽ തീ കത്തിച്ചു, കൊന്നു. യേശുവിൻ്റെ ഉപദേശങ്ങളെ വേറെ ഒരു ഭാഷകളിലും തർജ്ജിമ ചെയ്യാൻ സമ്മതിക്കാതിച്ചു. ഒരു പ്രത്യേക സഭയുടെ മാത്രം വകയായി യേശുവിൻ്റെ ഉപദേശങ്ങളെ കൊണ്ടു നടന്നു. അപ്പോൾ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഏകദേശം 1000 വർഷത്തോളം കാലം യേശുവിൻ്റെ ഉപദേശങ്ങൾ ലോക ജനതയുടെ കരങ്ങളിൽ കിട്ടാതെ പോയി. നിർഭാഗ്യകരം. അത് കഴിഞ്ഞ് മാർട്ടിൻ ലൂതറിൻ്റെ വരവോടുകൂടെയാണ് ചരിത്രത്തിൽ അദ്ദേഹമാണ് ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായി ആ കാലഘട്ടത്തുണ്ടായ നവീകരണം. പലരും ചേർന്ന് പല സ്ഥലങ്ങളിലായി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലും ബൈബിൾ ട്രാൻസ്ലേഷൻ ആരംഭിച്ചു, പല ഭാഷകളിൽ. ബൈബിൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ കിട്ടിയപ്പോൾ യേശുവിൻ്റെ ഉപദേശം ആൾക്കാർ വായിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. അടിച്ചമർത്തപ്പെട്ട് കിടന്ന ജനം, ഒപ്രസ്ഡ് സൊസൈറ്റി, അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് വിമോചനം വേണമെന്ന് അവർക്ക് തോന്നി. ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായി, റഷ്യൻ റവല്യൂഷൻ ഉണ്ടായി, അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടായി, കമ്മ്യൂണിസം ഉണ്ടായി. അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് വിമോചനം വേണമെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അവർക്ക് വേണ്ടി വാദിക്കുവാനും പറയാനും ഒരു സിദ്ധാന്തമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് യേശുവിൻ്റെ ഉപദേശങ്ങളായിരുന്നു. കാൾ മാർക്സ് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം, അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ സ്ത്രീ സമത്വവാദത്തിന് അടിസ്ഥാനം യേശുവിൻ്റെ ഉപദേശമാണ്. ഒരു സൈഡ് മാത്രമേ അവരെടുത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ദൈവീകത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് പാടില്ലെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ശക്തമായി പറയുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല, യേശു പറയുന്നു. ഈ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നവൻ മരിക്കും, ഇതിലപ്പുറമായിട്ടൊരു ഭക്ഷണം കഴിക്കണമെന്ന് യേശു പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കാൻ. പക്ഷേ അതിൻ്റെ പകുതി വശം ആൾക്കാരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി. കാലക്രമേണ വലിയ മാറ്റമുണ്ടായി. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിലേക്കും, ഏഷ്യൻ രാജ്യങ്ങളിലേക്കും, ആഫ്രിക്കയിലേക്കും എല്ലാം വ്യാപരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതെവിടെയെല്ലാം ഈ ഉപദേശങ്ങൾ കടന്നുപോയോ സൊസൈറ്റിക്ക് സാമൂഹിക പരിവർത്തനം ഉണ്ടാകാൻ തുടങ്ങി. ആന്ത്രോപോളജി, നരവംശാസ്ത്രം അനുസരിച്ച് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ആദ്യത്തെ ഘടന എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് സൊസൈറ്റി ആയിരുന്നു, ഒരു പുരാതന സമൂഹം. അത് കഴിഞ്ഞുണ്ടായൊരു സമൂഹമാണ് അടിമത്വ സമൂഹം. പുരാതന സമൂഹകാലത്ത് എല്ലാവരും കെയറിങ് ആൻഡ് ഷെയറിങ് ആയിരുന്നു. എല്ലാവരും ഒരുപോലെ പങ്കിട്ടു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് ജീവിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളും കാലാവസ്ഥകളും മാറിയപ്പോൾ ആൾക്കാരെല്ലാം സംഭരിക്കാൻ തുടങ്ങിയപ്പോൾ സർപ്ലസ് എമൗണ്ട് ഉണ്ടായി. സർപ്ലസ് ഉണ്ടായപ്പോൾ യജമാനനും ദാസനും ഉണ്ടായി. അപ്പോൾ അടിമത്ത സമ്പ്രദായം ഉണ്ടായി. പക്ഷെ പുരാതന കാലഘട്ടത്തേക്കാൾ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിരുന്നു അടിമത്ത സമ്പ്രദായം. എന്നാൽ അടിമത്ത സമ്പ്രദായം അതിൻ്റെ പരമോന്നത അവസ്ഥയിലെത്തിയപ്പോൾ അത് വളരെ വഷളത്വമായി. മനുഷ്യന് മൃഗത്തെപ്പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഫ്യൂഡലിസ്റ്റിക് സമ്പ്രദായം ഉണ്ടായി. ഫ്യൂഡലിസ്റ്റിക് സമ്പ്രദായവും ഒരു അടിമത സമ്പ്രദായത്തെക്കാൾ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഫ്യൂഡലിസ്റ്റിക് സമൂഹത്തിനും വ്യത്യാസമുണ്ടായി. പിന്നെ കാലക്രമേണ ഡെമോക്രസി ഉണ്ടായി, ജനാധിപത്യമുണ്ടായി. ഒരു സോഷ്യലിസ്റ്റിക് സമൂഹവും ഒരു ഡെമോക്രാറ്റിക് സമൂഹവും ഉണ്ടാവുകയും പിന്നെ അതൊരു കമ്മ്യൂണിറ്റി ആയി മാറും എന്നുള്ള ഒരു ദർശനമാണ് സ്ത്രീസമത്വവാദികൾ പറയുന്നത്. ആ ദർശനത്തിന് അടിസ്ഥാനം യേശുവിൻ്റെ ഉപദേശമാണ്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനം, നമ്മുടെ നാട്ടിലും അടിച്ചമർത്തപ്പെട്ട് കിടന്നവരും
ഒരു മാറ്റം, ഒരു പുരോഗമനമുണ്ടായത്, വിദ്യാഭ്യാസമുണ്ടായത്, വായിക്കാൻ തുടങ്ങിയത്, അടിമത്തത്തിൽ നിന്ന് മാറ്റമുണ്ടായത്, മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഞങ്ങളോടുകൂടെ നിൽക്കുന്ന മനുഷ്യൻ്റെ ശക്തിയല്ല, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു സെർവിങ് ഗോഡ്, ഒരു സഫറിങ് ഗോഡ് ഉണ്ട് എന്നവർക്ക് മനസ്സിലായി. ഹി വാസ് നോട്ട് ഓൺലി എ കിങ് ഓഫ് കിങ്സ്, ഒരു രാജാതിരാജാവ്, ഒരു സിംഹാസനത്തിലിരിക്കുന്ന രാജാവല്ല യേശു. രാജാവായിരിക്കുമ്പോൾ തന്നെ മീൻവൈൽ ഈസ് എ സഫറിങ് ഗോഡ്, കഷ്ടപ്പെടുന്ന യേശു, ദാസനായി വന്ന യേശു, മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടും വ്യസനമാത്രമായും തീർന്ന ഒരു ഒപ്രസ്ഡ് ഗോഡ്. അവനെ കണ്ടാൽ ഒരു ആഗ്രഹം പോലും ആൾക്കാർക്ക് ഒന്നുകൂടെ കാണണമെന്ന് തോന്നാൽ ഉണ്ടാകാത്ത വിധത്തിൽ അവൻ നിന്ദ്യനും പരിഹാസ്യമായി തീർന്നവൻ. അങ്ങനെ ഒരു രൂപം ആൾക്കാരുടെ മനസ്സിലുണ്ടായി. യേശുവിൻ്റെ ഉപദേശങ്ങൾ ആൾക്കാരുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ തുടങ്ങി. സൊസൈറ്റിക്ക് ചേഞ്ച് ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധയോടെ ലോകചരിത്രം പഠിച്ചാൽ ലോകത്തിൽ മുഴുവനും, നമ്മുടെ ഭാരതത്തിൽ ഒരു റിഫോർമേഷൻ ഉണ്ടായത്. നിങ്ങൾ ഭാരതത്തിൻ്റെ തന്നെ ഇന്ത്യൻ ഹിന്ദു റിലിജിയൻ റിഫോർമേഷൻ ഉണ്ടായത് പഠിക്കുമ്പോൾ രാജാറാം മോഹൻ റായും, അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയ ബ്രഹ്മസമാജവും ആര്യസമാജവും ദയാനന്ദ സരസ്വതിയും ശ്രീരാമകൃഷ്ണ മിഷനും വിവേകാനന്ദ സ്വാമിയും, ഇവൻ ഹിന്ദു റിലിജിയന് തന്നെ ഒരു റിഫോർമേഷൻ ഉണ്ടായത്. ശ്രദ്ധയോടെ പഠിക്കുക. പഠിച്ചവർക്കറിയാം, രാജാറാം മോഹൻ റായ് ഇംഗ്ലീഷ് പഠിക്കുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്തപ്പോൾ രാജാറാം മോഹൻ റായ്ക്ക് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചത് വില്യം ഗേറിയാണ്. വില്യം ഗേറി എന്ന ക്രൈസ്തവ മിഷണറിയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പഠിച്ചപ്പോഴാണ് മാറ്റമുണ്ടായത് അദ്ദേഹത്തിന്. അദ്ദേഹം ദ പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ്, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെന്ന് ആദ്യമായി ഭാരതത്തിൽ പുസ്തകം എഴുതിയത് രാജാറാം മോഹൻ റായ് ആണ്. മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ദൈവമേ ഉള്ളൂ. അദ്ദേഹം മോണോത്തിസം പറയാൻ തുടങ്ങി. അനേക ദൈവങ്ങളുണ്ട്, ദൈവങ്ങളുണ്ടെന്നുള്ള ഒരു ബഹുദൈവ സങ്കല്പത്തിൽ നിന്നും ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തെ ആകർഷിക്കുന്നത് ബൈബിളിലെ ഉപദേശങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദ പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ് ബൈ രാജാറാം മോഹൻ റായ്. പബ്ലിക് ലൈബ്രറിയിലേക്ക് കിട്ടും, വാങ്ങി വായിച്ചു നോക്കണം. അങ്ങനെ സമൂഹത്തിന് തന്നെ മാറ്റമുണ്ടായി, മതങ്ങൾക്ക് മാറ്റമുണ്ടായി, ഉണർവുണ്ടായി. അതുവരെയും ഇരുന്ന ഒരു അധപ്പതിച്ച അനുഭവം, അന്ധകാരത്തിൽ കിടന്ന അനുഭവം വെളിച്ചം കാണാൻ തുടങ്ങി. മനുഷ്യനെ സ്നേഹിക്കണമെന്ന് തോന്നി. അങ്ങനെ സമൂഹത്തിന് വലിയ മാറ്റമുണ്ടായി. വിശദമായി പറയാൻ സമയമില്ല, നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. കാരണം എന്തെന്നറിയാമോ? യേശുവിൻ്റെ ഉപദേശങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനുഷ്യത്വമായിരുന്നു. The centrality of all the teachings of Jesus is humanity. ഒരിക്കൽ കൂടെ പറയാം, the centrality of all the teachings of Jesus is humanity. മനുഷ്യനെ സ്നേഹിക്കണമെന്ന്, മനുഷ്യനെ സ്നേഹിക്കുമ്പോഴേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്ന്, മനുഷ്യനെ സേവിക്കുമ്പോഴേ ദൈവത്തെ സേവിക്കാൻ കഴിയുള്ളൂ എന്ന്. ഞാൻ വന്നത് സേവിക്കപ്പെടാനല്ല, ഞാൻ അനേകരെ സേവിക്കാനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ പിടിച്ചൊരു കസേര ഇരുത്തിയിട്ട് യേശുവിൻ്റെ കാല് കഴുകി വെള്ളം കഴുകി കുടിക്കാൻ തുടങ്ങിയാൽ യേശു പറയും, ഞാൻ വന്നത് നിന്റെ കാല് കഴുകാനാണ്, എൻ്റെ കാല് കഴുകണ്ട. ഞാൻ വന്നത് എന്നെ നിങ്ങൾ സ്തുതിച്ച് പ്രശംസിക്കാനല്ല, ഞാൻ വന്നതേ നിങ്ങളെ സേവിക്കാനാണ്. ഞാൻ വന്നത് സേവിക്കപ്പെടാനല്ല. നമ്മൾ പലതും കരുതുന്നത് നമ്മൾ പോയി യേശുവിനെ സേവിക്കണമെന്നാണ്. യേശു പറയും, നിങ്ങൾ എന്നെ സേവിക്കാൻ ആരാ പറഞ്ഞത്? Who told you to serve me? I have come to be served. ഞാൻ വന്നത് സേവിക്കപ്പെടാനാണ്. നിങ്ങൾ മറ്റുള്ളവരെ സേവിക്കുക. മറ്റുള്ളവരെ സേവിക്കുമ്പോൾ അത് എന്നെ സേവിക്കുന്നു. അതാരൊക്കെയാണെന്നുള്ളത് നാളെ ഞാൻ വിശദമായി പറയാം, ആർക്കൊക്കെയാണ് അത് സേവ ആവശ്യമെന്ന്. അപ്പോൾ യേശുവിൻ്റെ ഉപദേശങ്ങളുടെ സെൻട്രാലിറ്റി, ചില വാക്യങ്ങൾ നോക്കുക. ക്ഷമയെക്കുറിച്ച് യേശു പറഞ്ഞു. യേശുവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിൽ ക്ഷമയെക്കുറിച്ച് പറയുന്നത് നോക്കുക, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം ഞങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങളോടും ക്ഷമിക്കണ്ട. എന്നിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മനോഹരമായി അതിനെ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട് യേശു കർത്താവ്. ചെറിയൊരു ഇൻ്റർപ്രിട്ടേഷൻ. ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് ഒരു വാക്യത്തിന് മാത്രമേ യേശു ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തുള്ളൂ. അവസാന വാക്യങ്ങളാണ് 6-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം. 13 വരെ പ്രാർത്ഥനയാണ്. 14-ൽ പറയുന്നു, 6-ാം അധ്യായം 14-15, അവർ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ ദൈവം നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. നിങ്ങൾ ക്ഷമിച്ചാലേ നിങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-15 അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വായിച്ചേ.
നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. എത്ര പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞു യേശു? എത്ര വർഷം കൊണ്ട്? എത്ര വർഷം കൊണ്ടാണ് 7 വട്ടം ക്ഷമിക്കേണ്ടത്? ഒരു ദിവസം നടക്കുമോ? ഒരു ദിവസം 70 വട്ടം ക്ഷമിക്കണം. എനിക്ക് പറ്റില്ലപ്പാ. പൗലോസ് ഒരാൾ പാപം ചെയ്തപ്പോൾ അവനെ സഭയിൽ നിന്ന് പുറത്താക്കി കളയാൻ പറഞ്ഞു. അടുത്ത 1 കൊരിന്ത്യരിൽ അടുത്ത ലേഖനം എഴുതിയപ്പോൾ പൗലോസിന് മാനസാന്തരം വന്നു. എനിക്ക് തോന്നുന്നത് അപ്പോഴായിരിക്കും കൂടുതൽ വായിച്ചത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ അന്ന് നിങ്ങൾക്ക് ലേഖനം എഴുതിയപ്പോൾ അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ അവനോട് ക്ഷമിച്ച് അവനെ തിരിച്ച് സഭയിലേക്ക് ചേർത്ത് കൊള്ളണം. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇപ്പോൾ പൗലോസിന് മാനസാന്തരം ഉണ്ടായി. പൗലോസിന് ക്ഷമിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യേശുവിൻ്റെ ഉപദേശങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? യേശു പറയുന്നു ക്ഷമിക്കുക, ഇനി ക്ഷമ കൊണ്ട് പ്രാണൻ നേടും. യോഹന്നാൻ സുവിശേഷം 13:34-35 ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. പഴയത് വേണ്ട, ഞാൻ വന്നത് പുതിയത് തരാന്. അത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നത്രേ. സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. മത്തായി സുവിശേഷം 5:38 മുതൽ 48 വരെ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ. ആരാധനയെക്കുറിച്ച് നാളെ ഞാൻ പറയാം. യേശു പറഞ്ഞു, ആരാധനയെക്കുറിച്ച് പറഞ്ഞു. വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ അല്ലേ, നിങ്ങൾ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, നിങ്ങൾക്ക് അങ്ങോട്ടല്ല നിങ്ങളോട് പോലും ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് കഴിക്കണ്ട. വഴിപാടോടെ വച്ചിട്ട് തിരിച്ചു പോയി സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ട് വന്ന് വഴിപാട് കഴിക്കുക. ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിയാക്കുക, പിന്നെ വന്ന് എന്നോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുന്നു, ഞാൻ യാഗത്തിലല്ല കരുണയിലാണ് പ്രസാദിക്കുന്നതെന്ന് പോയി പഠിക്കുക. നിങ്ങൾ വഴിപാടിലല്ല ഞാൻ പ്രസാദിക്കുന്നത്, നിങ്ങൾ കാണിക്കുന്ന ആരാധനയിലല്ല ഞാൻ പ്രസാദിക്കുന്നത്. ഞാൻ പ്രസാദിക്കുന്നത് കരുണയിലാണ്, നിങ്ങളുടെ പ്രവൃത്തിയിലാണ്. Relationship, set right your relationship first, then come to the fellowship. Through fellowship you worship me. That is the order of service. മനസ്സിലായോ? റിലേഷൻഷിപ്പ്, ഫെലോഷിപ്പ്, വേർഷിപ്പ് എന്ന് പറഞ്ഞേ. മലയാളത്തിൽ ബന്ധങ്ങൾ, കൂട്ടായ്മ, ആരാധന എന്ന് പറഞ്ഞേ. ബന്ധത്തിൽ പോയാ പിന്നെ കൂട്ടായ്മ ഉണ്ടോ? ഇല്ല. പിന്നെ ആരാധനയുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ആരാധനയുടെയും കൂട്ടായ്മയുടെയും പേരിൽ പല ബന്ധങ്ങളും ഇവിടെ തകരുന്നു. ഇത് ആരെ ആരാധിക്കുന്നത്? യേശു എന്നെയോ നിങ്ങൾ ആരാധിച്ചു ഇത്രയും ദിവസം? അന്ന് ചോദിക്കും യേശു, അല്ല നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത്, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ പ്രവചിച്ചു. യേശു പറയും, ആഹാ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ നിങ്ങളെ. ഐ നെവർ ന്യൂ യു. പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറിയുന്നില്ലെന്നല്ല, ഞാൻ നിങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ അത്ഭുതം നടന്നു, യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രവചിച്ചു, യേശുവിൻ്റെ നാമം നടന്ന് രോഗികളെ സൗഖ്യമാക്കി, അതൊക്കെ നടന്നു വന്ന് അപ്പം പിന്നെ അത് ഏത് യേശുവിൻ്റെ പേരില്ല? യേശു പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. അതാണ് പൗലോസ് പറഞ്ഞത് മറ്റൊരു യേശു. അത് ഏത് യേശു? വിഗ്രഹ യേശു. അത് ഏത് യേശു? മതത്തിൻ്റെ യേശു. മതത്തിൻ്റെ യേശു വേറെ, ബൈബിളിലെ യേശു വേറെ. ക്രിസ്തു മതത്തിൻ്റെ യേശു ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്ന യേശു. പൗലോസ് പറയുന്നത് മതത്തിൻ്റെ യേശു. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്, the distance between the person Christ and the teachings of Christ is infinity. മനസ്സിലായില്ലേ? ഉറങ്ങിപ്പോയി. ഒന്നുകൂടെ പറയാം. The distance between the person Christ in the Bible and the teachings of Jesus. Sorry, the distance between the person Christ or the teachings of Jesus, the person Christ, and the Christ of the religion. Okay? അല്ലെങ്കിൽ the religion of Christianity is infinity.
യേശു എന്ന വ്യക്തിയും മതത്തിലെ യേശുവും തമ്മിലുള്ള അകലം അനന്തമാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ മതത്തിൻ്റെ യേശുവാണ്. ഈ മതത്തിൻ്റെ യേശുവിനെ വിട്ട് യേശു മതാതീതനാണ്. യേശു പറഞ്ഞു, നിങ്ങളുണ്ടല്ലോ കടലും കരയും കടന്ന് ഒരുത്തനെ മതത്തിൽ ചേർക്കുകയും ഒടുവിൽ അവനെ ഇരട്ടിച്ച നരകയോഗ്യനാക്കുകയും ചെയ്യുന്നു. നമ്മൾ പ്രസംഗിക്കും, നിങ്ങൾ വാ, യേശുവിലേക്ക് വാ. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ വിശ്വാസത്തിലേക്ക് പ്രാർത്ഥിച്ച് ദൈവകൃപയിലേക്ക് ഒരാളിനെ കൊണ്ടുവന്ന് യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ കൊണ്ടുപോകുവാൻ ഒരു സ്ഥലമുണ്ടോ ഇന്ന്? ചെൽമി, ഞാനും വരാമെങ്കിൽ നാളെ തൊട്ട് അവിടെ. ഞാൻ ഒരുപാട് പേരെ അവിടെ കൊണ്ടുവരാം. ഇവിടെ നിങ്ങളുടെ മർത്തോമ പള്ളിയോ? നന്നായിരിക്കും. അതിനേക്കാളും മറ്റിടത്തെല്ലാം പോകുന്നല്ലേ നല്ലത്. ഇവിടെ കൊണ്ടുവരാൻ സ്ഥലമുണ്ട് നമുക്ക്. We feel a vacuum, we feel an emptiness. നമ്മൾ വലിയ വാഗൊണ്ടൊക്കെ പറയുന്നു, പക്ഷേ ആൾക്കാർ കൂട്ടം കൂട്ടമായി രക്ഷിക്കപ്പെട്ട് വന്നാൽ അവർക്ക് അവരുടേതായ രീതിയിൽ, അവരുടേതായ മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ ഭാഷയിൽ ഒരു സ്പേസ് ഉണ്ടോ? നമുക്കൊരു സ്ഥലം. ഡു യു ഹാവ് എ സ്പേസ് ഫോർ ദം ടു ഗീവ്? വല്ല മനസ്സിലാവോ? നമ്മുടെ അടുത്തൊക്കെ വന്നാൽ, നമ്മുടെ ആരാധനയ്ക്കൊക്കെ വന്നാൽ വല്ല മനസ്സിലാവും? നമ്മുടെ ചൊൽത്ത് വല്ലതും കേട്ട് അവർക്ക് വല്ലതും മനസ്സിലാവും? അവർക്ക് വേണ്ടി വല്ലതും പ്രസംഗിക്കുന്നുണ്ടോ ഇവിടെ? ഏത് പള്ളിയിലുണ്ട്? ഏത് കൂട്ടായ്മകളിലുണ്ട്? ഏത് പെന്തക്കോസ്ത് സഭകളിലുണ്ട്? കുറച്ച് ദിവസം അവർ വന്നു എന്നിരിക്കട്ടെ. അബദ്ധവശ 1-2 വർഷം കഴിയുമ്പോൾ അടിയും ബഹളവും രാഷ്ട്രീയവും കാണുമ്പോൾ നമുക്കവർ എന്ത് ഉപദേശിക്കാനാ? എന്ത് താഴ്മയാണുള്ളത്, എന്ത് സ്നേഹമാണുള്ളത്? നമുക്കറിയാം, ചില സഭകളിൽ പോകുമ്പോൾ തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്നിരിക്കട്ടെ. അതാണല്ലോ നമ്മുടെ സഭകളെ പിടിച്ചു നിർത്തുന്ന ഒരു പരിപാടി. അതിൻ്റെ പേരിലാണ് ഭീഷണി. ഒന്നുകിൽ മുടക്കും, ഇല്ലെങ്കിൽ ഇതെടുത്തില്ലെങ്കിൽ പോകാനും പറ്റത്തില്ല. രണ്ടും 2 എക്സ്ട്രീമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരിലാണ് എല്ലാവരെയും പിടിച്ചു നിർത്തുന്നത്. അത് എത്രത്തോളം വിപുലിക്കുന്നത് പിന്നെ ചിന്തിക്കാം. എന്തായാലും ഒരു സഭയിലേക്ക് പോകുന്നു. പല സഭകളിലും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ സഭകളിലും എന്നെ പ്രസംഗിക്കാൻ വിളിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ സഭകളിലും പ്രസംഗിക്കാൻ വേണ്ടി പോകും. അണ്ടർലൈൻ. ആ നരകത്തിൽ വിളിച്ചാലും പ്രസംഗിക്കാൻ പോകാം അല്ലേ? നമുക്ക് പ്രസംഗിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ. അതാണ് ജോൺ വെസ്ലി പറഞ്ഞത്, എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, നരകത്തിൽ പോയി പ്രസംഗിക്കാൻ ദൈവം വിളിച്ചാൽ അവിടെയും ഞാൻ പോയി പ്രസംഗിക്കും. കാരണം എൻ്റെ ലക്ഷ്യം ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നാണ്. ശരി, നല്ല കാര്യമാണ്. അടുത്ത പടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്ഥലമുണ്ടെന്നിരിക്കട്ടെ, പല കൂട്ടായ്മകളിൽ. അപ്പോൾ ഈ കൂട്ടായ്മകൾ അനൗൺസ് ചെയ്യും, ഇന്ന് രക്ഷിക്കപ്പെട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എക്സെട്ര ഡാഷ് ഉള്ളവർ മാത്രം തിരുവത്താഴം എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ഉള്ളവരാരും ഇതിൽ പങ്കാളികളാകാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ മനസ്സ് റെഡിയായിട്ട് കുറേ ആൾക്കാർ, ഇതെല്ലാം റെഡിയായിട്ടുള്ള കുറച്ച് പേരുണ്ട്. സ്തോത്രം കർത്താവേ, ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥനയോടെ ഇരുന്ന്, കർത്താവേ ഞാൻ ശരിയാണ്, എന്നെ നിരക്ഷിച്ചതിനാൽ സ്തോത്രം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയിൽ 2 പ്രാവശ്യവും ഞാൻ ഇന്നലെയും ഉപവസിച്ചു, ഇന്നും ഉപവസിച്ചാണ് വന്നത്. കർത്താവേ, ദശാംശമെല്ലാം കൊടുക്കാനുണ്ടോ? ഇല്ല, കൊടുത്ത് തീർത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ ദശാംശമെല്ലാം കൊടുത്തിട്ടുണ്ട്. കർത്താവേ സ്തോത്രം, ഞാനിതാ തിരുവത്താഴം എടുക്കാനിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ചേട്ടന്മാർ, എനിക്കങ്ങോട്ട് കുത്തുന്നു ഉള്ള്, എനിക്ക് തിരുവത്താഴം എടുക്കാൻ പറ്റത്തില്ല, ഞാനതിന് യോഗ്യനല്ല കർത്താവേ, ഇവരൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പുറകെ പോയിരിക്കുന്നു. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവെ അടുത്ത പ്രാവശ്യം ഒരു അവസരം ലഭിച്ചാൽ ഞാനും ഇതുപോലെ ഇവരെ പോലെ മാനസാന്തരപ്പെട്ട് വന്ന് ഞാൻ തിരുവത്താഴം എടുക്കാം. ഞാൻ ഈ തിരുവത്താഴം എടുക്കാൻ യോഗ്യനല്ല. നീ എത്ര വിശുദ്ധനായ ദൈവമേ, എന്നാൽ നിൻ്റെ അടുക്കിലേക്ക് വരാൻ ഞാൻ യോഗ്യനേ അല്ല എന്ന് കുറേ പേര് പുറകെ ഇരിക്കുന്നു. മുമ്പ് ഇരിക്കുന്നവർ സ്വോത്രം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞ ഉപമ. കർത്താവ് എന്താ പറഞ്ഞത്? 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരുത്തൻ പറഞ്ഞു, ഞാൻ കൃത്യമായി 2 ദിവസം ഉപവസിക്കുന്നു, ആഴ്ചയിൽ കിട്ടുന്നതൊക്കെ ദശാംശം കൊടുക്കുന്നു, ഞാൻ ഈ പുറകെ പോയ സഹോദരനെ പോലെ അല്ല, ഞാൻ സ്വോത്രം നിരക്ഷിച്ചവനാ. മുമ്പ് ഇരിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. പുറകെ ഇരിക്കുന്നവൻ, കർത്താവേ ഞാൻ പാവിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ, ഞാനിതിനൊന്നും യോഗ്യനല്ല കർത്താവേ. ഒരു ചോദ്യം ചോദിക്കട്ടെ, യേശു ആരോടാ നിൽക്കുന്നത്?
With whom Jesus is standing? That's my question. Tell me. ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ വാ അടഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വാ അടഞ്ഞു തന്നെ ഇരിക്കുന്നു. ആരും തുറക്കുന്നില്ല. Tell me, with whom Jesus will stand? ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു, ഞാനിതാ മുമ്പ് വന്നിരിക്കുന്നു എന്ന് പറയുന്നവരോടാണോ? പാവിയായനോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പുറകിരിക്കുന്നവനോടാണോ? യേശു പറഞ്ഞു, തന്നെത്താൻ ഉയർത്തിയവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. യേശു പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. 2000 വർഷത്തിലേക്ക് നോക്കണ്ട. ഇന്ന് നോക്കിയാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്ന് നോക്കിയാലും കാണാം. യേശുവിൻ്റെ ഉപമകളും പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും എല്ലാം ഇന്നുള്ളതാണ്, പ്രസന്റ് കോണ്ടെക്സ്റ്റിലുള്ളതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ യേശുവിൻ്റെ ഉപമകളിലേക്ക് നോക്കുക. നമ്മുടെ ഹൃദയം കുത്തി തുളയ്ക്കുന്നതാണ് യേശുവിൻ്റെ ഉപദേശങ്ങൾ. ഉപമകൾ, മനോഹരമായ ഉപമകൾ, വളരെ ലളിതമായേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കൽ ഒരു വലിയ ഒരു ദൈവശാസ്ത്ര സെമിനാർ നടന്നു, തിയോളജി. വലിയ മഹാന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നു. ഒരുപാട് തിയോളജിക്കൽ റിഫ്ലക്ഷൻ സെമിനാറുകൾ പലരും പ്രസംഗിച്ചു. അവസാനം അതിൻ്റെ മോഡറേറ്റർ രാത്രി 3 ദിവസം കഴിഞ്ഞ് രാത്രി ആയപ്പോൾ പറഞ്ഞു, ഇതുവരെ നമ്മൾ ഒരുപാട് തിയോളജിക്കൽ റിഫ്ലക്ഷൻസ് എല്ലാം കേട്ടു. ഇന്ന് രാത്രി നമുക്കിരുന്ന് കഥ പറയാം. ഇന്ന് രാത്രി നമുക്കിരുന്ന് കഥ പറയാം. ഇതെന്താ കഥ പറയാൻ? ആർക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ ലോ എക്സ്പേർട്ട് ഇൻ ദ ലോ, ഒരു ലോയർ, ഒരു ന്യായശാസ്ത്ര യേശുവിനെടുക്കുമെന്ന് ചോദിച്ചു, നിത്യജീവൻ അവകാശം അങ്ങനെ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? എഴുതിയിരിക്കുന്നതൊന്ന് വായിക്കുന്നതൊന്ന് ആൾക്കാർ. അതുകൊണ്ട് യേശു അങ്ങനെ ചോദിച്ചത്. എന്ത് എഴുതിയിരിക്കുന്നു, എന്ത് വായിക്കുന്നു? അപ്പം പറഞ്ഞു, ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പം പറഞ്ഞു, ശരി, അങ്ങനെ നീ ചെയ്യും. കുരുക്കാൻ ചോദിച്ചു, എൻ്റെ കൂട്ടുകാരനാരാ? ഇത്രയും കേട്ടപ്പോൾ യേശു ഇരുന്ന് പറ കഥ പറഞ്ഞു. യേശു ഇരുന്ന് കഥ പറഞ്ഞു. അവിടെ ഒരു ബഹളങ്ങളുമില്ല. യേശുവിൻ്റെ കഥ കേൾക്കാൻ ജനങ്ങളെ മടങ്ങി വരിക. ഹല്ലേലൂയ! എന്തു വലിയ കഥയാണ്. ഇന്നും എത്രയെത്ര പുസ്തകങ്ങൾ ആ കഥയുടെ പേരിൽ എഴുതി. എത്ര ദൈവശാസ്ത്രജ്ഞന്മാർ എത്ര ആഴമായ അർത്ഥങ്ങൾ അതിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. യേശുവിൻ്റെ കഥകൾ. ഒരുത്തിന് 100 ആടുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. ഒരാളിന് 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ മീൻ പിടിക്കാൻ പുറപ്പെട്ടു, ഒരാൾ വിതയ്ക്കാൻ പുറപ്പെട്ടു. കഥ. യേശുവിൻ്റെ കഥകളുടെ ഉള്ളിൽ ഉദിക്കുന്ന അന്തസത്ത എത്ര വലുതാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെ കുത്തി തുളയ്ക്കുന്നതാണ്. വെറും കഥയായിട്ടത് കളയരുത്. അതിനകത്ത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവശാസ്ത്രമുണ്ട്, ഏറ്റവും വലിയ തത്വശാസ്ത്രമുണ്ട്. അതാണ് യേശുവിൻ്റെ ഉപദേശം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് തിരിച്ചു വരാം. ഞാൻ പെട്ടെന്ന് യേശു കർത്താവ് പുതിയ കൽപ്പന തരുന്നു. യേശു കർത്താവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശു വെറും ഉപദേശിച്ചവൻ മാത്രമല്ല, യേശു ഉപദേശിക്കുകയും ജീവിക്കുകയും ചെയ്തു. യേശു ഉപദേശിച്ചു, അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല, അതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ശത്രുവിനെ സ്നേഹിക്കാൻ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ചില ആൾക്കാർ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കും? ചില ആൾക്കാർ പറയും, ഞാൻ ക്ഷമിച്ചു, പക്ഷെ ദൈവം നോക്കിക്കോളും. എൻ്റെ അർത്ഥം എന്താ? ഞാൻ ക്ഷമിച്ചു, പക്ഷെ ദൈവം നോക്കിക്കോളും. അത് ദൈവം നോക്കിക്കോട്ടെ, ദൈവത്തിന് വിടും, പ്രതികാരം ദൈവത്തിനുള്ളത്. യേശു അല്ല പറഞ്ഞത് അത്, കേട്ടോ. യേശു അങ്ങനെ പറഞ്ഞില്ല. അത് പഴയ നിയമത്തിലൊരു കൊട്ടേഷൻ പൗലോസ് എടുത്ത് പറഞ്ഞതാ. പ്രതികാരം ദൈവത്തിനുള്ളത്. അതിനർത്ഥം എന്താ? മനസ്സുകൊണ്ട് ക്ഷമിച്ചില്ല. യേശു അങ്ങനെയല്ല. യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ പ്ലീസ് അവരോടൊന്നും ചെയ്യരുതേ. അവരെന്താ ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ പിതാവേ, അതുകൊണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, ക്ഷമിക്കണമേ അവരോട്. ഓ ഹല്ലേലൂയ. അതോ പിതാവെ സന്ദർശിക്കണേ എന്നാണോ പ്രാർത്ഥിച്ചത്? ക്ഷമിക്കണമേ കർത്താവേ, പിതാവേ ക്ഷമിക്കണമേ, അവരെന്താ ചെയ്യുന്ന അറിഞ്ഞുകൂടാ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ് യേശു ജീവിച്ച് കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. വെറും പറയുകയല്ല, യേശു അങ്ങനെ ജീവിച്ചു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് വാസ് ദ ഫസ്റ്റ് സത്യാഗ്രഹി. സത്യാഗ്രഹം അർത്ഥം എന്താ? സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് സെക്രട്ടേറിയറ്റിൽ സത്യാഗ്രഹം സത്യാഗ്രഹം സത്യാഗ്രഹം.
എന്താ സത്യാഗ്രഹം? ചില സമയങ്ങളിലൊക്കെ പുത്തിരി കണ്ടത്ത് നടക്കും. അത് ഉപവാസ സത്യാഗ്രഹം. എന്താ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? സത്യാഗ്രഹി എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ സ്റ്റാൻഡ്സ് ഫോർ ട്രൂത്ത്. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് സത്യാഗ്രഹി. സത്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് സത്യാഗ്രഹം. മഹാത്മാഗാന്ധി പറയുന്നു, സത്യത്തിന് വേണ്ടി ലോകത്തിൽ നിന്ന് ആദ്യത്തെ വ്യക്തി യേശുവാണ്, അതുകൊണ്ട് യേശുവാണ് ആദ്യത്തെ സത്യാഗ്രഹി. ഹല്ലേലൂയ. അല്ലേ? സെക്രട്ടേറിയറ്റ് ഇപ്പോൾ സത്യാഗ്രഹി, അതെല്ലാം അസത്യാഗ്രഹിയാണ്. അസത്യാഗ്രഹം ഒരു ആയും കൂടെ ചേർത്തണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. സത്യത്തിന് വേണ്ടി അവൻ നിന്നു. വൺ ഹൂ ലവ്സ് ട്രൂത്ത് ആൻഡ് ലീവ്സ് ഫോർ ട്രൂത്ത്. സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യും. കാരണം എന്താ? യേശു പറഞ്ഞു, ഐ മൈസെൽഫ് ഈസ് ദ ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ വേ. ഞാൻ തന്നെ സത്യം. സത്യം പറയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. യേശു കർത്താവ് ആരോടെയാ ഭക്ഷണം കഴിച്ചെന്നറിയോ? യേശു വീട്ടിൽ വരുമ്പോൾ, യേശുവിനൊരു വീടുണ്ടായിരുന്നു. യേശുവിൻ്റെ സ്വന്തം യേശു താമസം നസറത്തിലാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ കഫർന്നഹൂമിൽ കുറേ പേര് ചേർന്ന് യേശുവിനൊരു വീട് കൊടുത്തു. വരുമ്പോഴൊക്കെ കഫർന്നഹൂമിൽ വന്നിരിക്കുമായിരുന്നു യേശു. അവിടെ വീട്ടിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനക്കൂട്ടവും കൂടും. പക്ഷെ യേശു വരുമ്പോഴൊക്കെ ആരാ യേശുവിൻ്റെ കൂട്ടുകാരെന്നറിയോ? ആരാ യേശുവിൻ്റെ കൂട്ടുകാർ? അവിടുത്തെ പാസ്റ്റേഴ്സും, അല്ലേ, അവിടുത്തെ പുരോഹിതന്മാരും. ഒരുപാട് പുരോഹിതന്മാരും അന്നുമുണ്ട്. അവരൊക്കെയാണോ യേശുവിൻ്റെ കൂട്ടുകാർ? പിന്നെ ആരാ യേശുവിൻ്റെ കൂട്ടുകാർ? പാപികൾ. പാപി എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വരുന്നത് അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ്. നിങ്ങൾ ആരോ വന്നു ബ്രദറിനെ കാണാൻ വന്നപ്പോൾ, അയ്യോ ഇതാണ് ഒരു ബ്രദർ, വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് കൂട്ടുകാരുണ്ടില്ലേ. പിന്നെ ആരെങ്കിലും വരുമോ പ്രാർത്ഥിക്കാൻ? യേശുവിൻ്റെ വീട്ടിൽ ചുങ്കക്കാരും വ്യഭിചാരികളും പാപികളും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു. മദ്യപിക്കുന്നല്ല അർത്ഥം. ചായ കുടിക്കണമെന്ന് വെച്ചോ, അന്ന് ചായയില്ല. അന്നത്തെ അവിടുത്തെ ഭക്ഷണം തിന്നും കുടിച്ചും കൊണ്ടിരിക്കുന്നു. ആൾക്കാർക്ക് പിടിച്ചില്ല. അവർ പറഞ്ഞു, തിന്നിയും കുടിയനുമായ മനുഷ്യൻ പാപികളോടും ചുങ്കക്കാരികളോടും വേശ്യകളോടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. എത്ര വചനം ബൈബിളിൽ! മത്തായി സുവിശേഷം 9:10, മർക്കോസ് സുവിശേഷം 2:15 മുതൽ 17 വരെ. അവൻ വീട്ടിൽ വന്നു കേട്ട് ചുങ്കക്കാരും പാപികളും വന്നുകൂടി. ആൾക്കാർ പറഞ്ഞു, ഇതാണോ നിന്റെ കൂട്ടുകാര്? യേശുവിൻ്റെ മുഖത്ത് നോക്കി പറയാണ്. എന്നറിയാമോ? യേശു പറയാണ്, ഞാൻ യാഗത്തിലല്ല കരുണയിലാണ് പ്രസാദിക്കുന്നതെന്ന് പോയി പഠിക്കുവിൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് വിളിക്കാൻ വന്നതെന്ന് അറിയുവിൻ. വളരെ ശക്തമായ യേശുവിൻ്റെ ഉപദേശങ്ങൾ. യേശു പ്രവർത്തിച്ചത് എവിടെയാ കൂടുതലും? യേശുവിൻ്റെ പ്രസംഗം നോക്കുക. ആട്ടിടയന്മാരോട് കുറിച്ച്, മീൻപിടുത്തക്കാരെ കുറിച്ച്, പിന്നെ ആരാ? കൃഷിക്കാരെ കുറിച്ചുള്ള ഉപമകൾ. വിതയ്ക്കാൻ പുറപ്പെടുന്നവൻ ആരാ? കൃഷിക്കാരൻ. അന്ന് വലിയ കാശുകാരൊക്കെ ഉണ്ട്. അവരെക്കുറിച്ച് ഒരു ഉപമയും പറഞ്ഞില്ല കർത്താവ്. അവരെക്കുറിച്ച് പറഞ്ഞത് വേറെ രീതിയിലാണ്. എളിയവരെക്കുറിച്ച്, പാവപ്പെട്ടവരെക്കുറിച്ച്. യേശുവിൻ്റെ പ്രസംഗ സ്ഥലങ്ങൾ എവിടെയാ? കൂടുതലും ഗലീലി. നാളെ ഞാൻ പറയാം ഗലീലിയെക്കുറിച്ച്. മത്തായി സുവിശേഷം 11:19, ലൂക്കോസ് 7:34. യേശുവിനൊരു പേര് കൊടുത്തു ആൾക്കാർ. എന്താ പേരെന്നറിയാമോ? ദ ഫ്രണ്ട് ഓഫ് ടാക്സ് കളക്ടേഴ്സ് ആൻഡ് സിന്നേഴ്സ്. യേശുവിനൊരു പേര് കൊടുത്തു. ചുങ്കക്കാരന്മാരുടെയും പാപികളുടെയും വ്യഭിചാരികളാണ്, ഇമ്മോറൽ പീപ്പിൾ, കൂട്ടുകാരൻ. ഇതാണ് യേശുവിന് അന്ന് ആൾക്കാർ കൊടുത്ത പേര്, അന്നത്തെ മതപണ്ഡിതന്മാർ കൊടുത്ത പേര്. യേശുവിൻ്റെ പ്രവർത്തന രീതി ഞാൻ പറയുകയാണ്. യേശു ഒരു വ്യത്യസ്തനായിരുന്നില്ല. യേശുവിൻ്റെ ഒരു പ്രത്യേക വസ്ത്രം യേശുവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യൂദാസിൻ്റെ ആവശ്യം വന്നത്. യേശു എല്ലാവരുടെ ഇടയിലും ഒന്നുപോലെ ഇരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരുവൻ, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ ബെഥസ്ദാ കുളത്തിൽ പോയി സൗഖ്യമാക്കുമ്പോൾ അവന് ആര് സൗഖ്യമാക്കിയെന്ന് അറിഞ്ഞില്ല. അവനോട് ചോദിച്ചു, നിന്നെ ആരാ സൗഖ്യമാക്കിയത്? അവൻ പറഞ്ഞു, someone from the crowd came and healed me. I don't know who is he. someone from the crowd എന്ന പുരുഷാരത്തിൽ ഒരുവൻ. യേശുവിന് ചിലർ പറഞ്ഞത് അങ്ങനെയാണ്. യേശുവിന് ഒരു പ്രത്യേക വസ്ത്രധാരണയോ ഒരു പ്രത്യേക ഐഡന്റിറ്റി, എടുത്തു പറയത്തക്ക ഐഡന്റിറ്റി യേശുവിനുണ്ടായിരുന്നില്ല. സ്വന്തമായി ഞാനൊരു ഗുരുവാണ്, നേതാവാണെന്ന് പറയത്തക്ക വിധത്തിൽ യേശു അങ്ങനെ പ്രദർശിപ്പിച്ച് നടന്നില്ല. യേശു ഹി വാസ് വൺ ഓഫ് ഫ്രം ദ ക്രൗഡ്, വൺ ഓഫ് ദ ഗ്രൂപ്പ്, വൺ ഓഫ് ദ ക്രൗഡ്. someone from the crowd came and healed me. ഇന്നാണെങ്കിൽ യേശു അങ്ങനെ ഇരിക്കും. യേശു ഈ കൂട്ടത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു നമ്മളെപ്പോലെ ഒരാളായിരിക്കും? കൃഷിക്കാരുടെ പോയപ്പോൾ അതുപോലെ ഒരാളായിരുന്നു യേശു. സാധാരണക്കാരിൽ സാധാരണക്കാരൻ.
യേശുവിനെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകതകളൊന്നും യേശുവിനുണ്ടായിരുന്നില്ല. മനുഷ്യനായി വന്നു, മാനുഷിക ബന്ധം, മനുഷ്യനോട് സംസാരിച്ചു, മനുഷ്യനോടൊപ്പം നടന്നു, ഒടുവിൽ നിത്യജീവനെക്കുറിച്ച് സംസാരിച്ചു. അത് തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതി അവസാനിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു മനുഷ്യൻ എഴുതിയ ഒരു ഭാഗം ഞാൻ വായിച്ച് നമുക്കിന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരാൾ എഴുതിയ ഒരു ചെറിയ പാരഗ്രാഫാണ്. യേശു അവൻ അജ്ഞാതമായൊരു ഗ്രാമത്തിലാണ് പിറന്നത്. ഒരു സാധാരണ സ്ത്രീയുടെ മകനായി മറ്റൊരു ഗ്രാമത്തിൽ തച്ചൻ്റെ പണി ചെയ്ത് 30 വയസ്സുവരെ അയാൾ ജീവിച്ചു. അയാൾ ഒരിക്കലും ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി അലങ്കരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ടായിരുന്നില്ല, ഒരു സർവകലാശാലയിലും അദ്ദേഹം പഠിച്ചിട്ടില്ല, വലിയൊരു നഗരത്തിൽ താമസിച്ചിട്ടില്ല, ജനിച്ചു വളർന്നിടത്തു നിന്നും 200 മൈലധികം അദ്ദേഹം സഞ്ചരിച്ചിട്ടില്ല, മഹത്വത്തിൻ്റെ അടയാളമെന്ന് ലോകം വിശ്വസിക്കുന്നത് ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. സ്വന്തം ജീവിതമല്ലാതെ മറ്റൊരു സാക്ഷ്യപത്രവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പൊതുജന അഭിപ്രായം തനിക്കെതിരെ തിരിയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ അദ്ദേഹത്തെ വിട്ട് ഓടിപ്പോയി. അദ്ദേഹം ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. വിചാരണ എന്ന പ്രഹസനത്തിലൂടെ കടന്നുപോയി. 2 കള്ളന്മാരുടെ മധ്യേ ആണിയിൽ അവർ അദ്ദേഹത്തെ ക്രൂശിൽ തൂക്കി. മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ തനിക്കുണ്ടായിരുന്ന ഏക സമ്പാദ്യമായിരുന്ന വസ്ത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഘാതകർ ചീട്ടിട്ടു. മരിച്ചപ്പോൾ ഒരു സ്നേഹിതൻ്റെ കാരുണ്യത്താൽ കടം വാങ്ങിയ ഒരു കല്ലറയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. 20 നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഇന്ന് അദ്ദേഹം മനുഷ്യരാശിയുടെ കേന്ദ്രബിന്ദുവാണ്. ഇതാണ് യേശു. യേശുവിൻ്റെ ലളിതമായ ഉപദേശങ്ങളിലേക്കും യേശു കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ ഉപദേശങ്ങളിലേക്കും നമുക്ക് മടങ്ങി വരാം. നാളത്തെ ദിവസം ദൈവം അനുവദിച്ചാൽ യേശുവിൻ്റെ ചില ഉപദേശങ്ങൾ, 150 പറയാൻ സമയമില്ല, ചില ഉപദേശങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഞാൻ വിചാരിക്കുന്നു ദൈവം വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തും. ഇന്നു മുതൽ യേശുവിൻ്റെ ഉപദേശങ്ങളെ അനുസരിക്കാൻ, യേശുവിൻ്റെ ഉപദേശങ്ങളെ പിന്തുടരാൻ, യേശുവിലേക്ക് മടങ്ങി വരുവാൻ, ഗുരുവേ എന്ന് വിളിക്കാൻ. എന്ത് വിളിക്കാൻ? ചേർന്ന് വിളിച്ചേ എല്ലാവരും. നമ്മുടെ ഗുരുവാരാണ്? യേശു. ഇറ്റ്സ് എ സ്പീക്കിംഗ് ഗാഡ്. ഇറ്റ്സ് നോട്ട് എൻ ഐഡൽ ഗാഡ്. അവൻ സംസാരിക്കാതിരിക്കുന്ന, ഇറ്റ്സ് നോട്ട് എ സൈലന്റ് ലിസണർ. ഇറ്റ്സ് എ സ്പീക്കിംഗ് ഗുരു. ഗുരുവാണവൻ, അന്ധകാരം മാറ്റുന്നവൻ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. യേശു നായക ശ്രീശ നമോ നമോ, നാശവാരണ രൂപ നമോ നമോ, മോക്ഷപൂജിത രൂപ നമോ നമോ, മഹീപാദ യേശു നായക ശ്രീശ നമോ നമോ, നാശവാരണ രൂപ നമോ നമോ, മോക്ഷരൂപ ശ്രീശ നമോ നമോ, മഹീപാദ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാൻ. എല്ലാവർക്കും ചേർന്ന് പാടാം, അറിയാവുന്ന എല്ലാവർക്കും. മാനുവേലനെ പാഹി നമോ നമോ, മനവാസുദവയ നമോ നമോ, ആനുവേലനെ പാഹി നമോ നമോ, മാനവാസുദവയ നമോ നമോ, ദീനവത്സല ക്രിസ്തോ നമോ നമോ, മൈനമാകേ. കൊണ്ട് ഇന്ന് ആ യേശുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് ആ ഉപദേശങ്ങളെ അനുസരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ യേശു നോക്കിക്കൊണ്ടിരിക്കുന്നു. യേശു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹി ഈസ് ജസ്റ്റ് വാച്ചിങ് us. യെസ്, ഹി ഈസ് വാച്ചിങ് us.
Come on, let us commit our life one more time. Tell him, Lord, I surrender my life. ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ, അങ്ങ് എൻ്റെ ഗുരുവാണ്. യു ആർ മൈ മാസ്റ്റർ, യു ആർ മൈ ടീച്ചർ, ആൻഡ് യു ആർ മൈ സേവിയർ. ഹല്ലേലൂയ. ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ, സമർപ്പിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്നവർ, അങ്ങനെ തീരുമാനിക്കുന്നവരോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. വാ കൊണ്ട് പറഞ്ഞാട്ടെ. നിങ്ങൾ അവരവർ പറഞ്ഞ അറിയാവുന്ന ഭാഷയെ പറഞ്ഞാട്ടെ. യേശുവേ, നിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് പ്രകാരം ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. കൃപ തരണം കർത്താവ്, എനിക്ക് കൃപ തരണം. നിൻ്റെ കൃപയില്ലാതെ എനിക്ക് പറ്റത്തില്ല കർത്താവ്. സ്വന്തം കഴിവ് കൊണ്ടൊന്നും പറ്റില്ല. കർത്താവ് തന്നെ പറഞ്ഞു മനുഷ്യന് അസാധ്യം. കർത്താവ് തന്നെ പറഞ്ഞു മനുഷ്യന് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതിനായിട്ടുള്ള പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ, 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 ശക്തമായി വ്യാപരിക്കട്ടെ. അവൻ്റെ ഉപദേശങ്ങളിലേക്ക് ജനം മടങ്ങി വരേണ്ടതിന് ദൈവശക്തി ഇതിനകത്തും പുറത്തും വ്യാപരിക്കട്ടെ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ വീഡിയോ കാണുന്നവരിലേക്ക് വ്യാപരിക്കട്ടെ, ഇത് കേൾക്കുന്നവരിലേക്ക് വ്യാപരിക്കട്ടെ. സൈന്യത്താലല്ല, ബലത്താലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ കാര്യം. എൻ്റെ ആത്മാവിനാലാണ് കാര്യം, എൻ്റെ ആത്മാവിനാൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ദൈവകൃപ ജനങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണർവുണ്ടാകട്ടെ കർത്താവേ. സഭകൾ യേശുവിലേക്ക് തിരിയട്ടെ, ജനം യേശുവിലേക്ക് തിരിയട്ടെ, കൂട്ടായ്മകൾ യേശുവിലേക്ക് തിരിയട്ടെ. അപ്പാ, ഗുരുവേ, ഞങ്ങളുടെ ഗുരുവേ, അങ്ങ് അടിയൻ്റെ ഹൃദയത്തിൽ തന്ന ആലോചന അടിയൻ പറഞ്ഞിരിക്കുന്നു. ഇനി പ്രവർത്തിക്കേണ്ടത് അവിടെ നിന്നാണ്. എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മാറ്റം വരുത്ത് കർത്താവേ, മാറ്റം വരുത്ത്, മാറ്റം വരുത്ത്, മാറ്റം വരുത്ത്. വ്യക്തികളിലേക്ക് യേശുവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തികളിലേക്കും യേശു കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. യേശുവിനെ അംഗീകരിക്കുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു എന്ന് പറയുന്നത് വെറും വ്യക്തിയല്ല, യേശു വചനമാണെന്ന് ഓർക്കട്ടെ, ഉപദേശമാണെന്ന് ഓർക്കട്ടെ. അതിലേക്ക് തിരിഞ്ഞു വരട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ അകത്തും പുറത്തും വ്യാപരിക്കട്ടെ. വലിയ ഉണർവുണ്ടാകട്ടെ. തിരുവനന്തപുരം പട്ടണം ഉണർവിലേക്ക് വരട്ടെ, വലിയ ഉണർവിലേക്ക് വരട്ടപ്പാ, വലിയ ഉണർവിലേക്ക് വരട്ടപ്പാ, വലിയ ഉണർവിലേക്ക് വരട്ടപ്പാ. ഈ പട്ടണം മുഴുവനും ഉണർവിലേക്ക് വരട്ടപ്പാ. ഞങ്ങളുടെ സംസ്ഥാനവും ഭാരതവും ഉണർവിലേക്ക് വരട്ടെ കർത്താവേ. അതിനുവേണ്ടി ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാ കരങ്ങളെ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് പാടാം. ആരാധന യേശുവേ, ആരാധന ദൈവമേ, ആരാധന യേശുവേ, ആരാധന ദൈവമേ, ആരാധന രാജാവേ, ആരാധന പിതാവേ. ചേർന്ന് പാടാം. ആരാധന യേശുവേ, ആരാധന ദൈവമേ, ആരാധന രാജാവേ, ആരാധന പിതാവേ. ഒരിക്കൽ കൂടെ പാടാം. ആരാധന യേശുവേ, ആരാധന ദൈവമേ, ആരാധന രാജാവേ, ആരാധന പിതാവേ. ദൈവരാജ്യം വരേണമേ, ദൈവഗീതം നിറവേറണം. കരങ്ങളടിച്ച് പാടിയാട്ടെ എല്ലാവരും. ദൈവരാജ്യം വരേണമേ, ദൈവഗീതം നിറവേറണം. സ്വർഗത്തിലെ മഹത്വം പോൽ ഈ ഭൂമിമേലും വരേണമേ. സ്വർഗത്തിലെ മഹത്വം